നമസ്കാരം. ലോകത്തിൽ ഏറ്റവും അധികം പണം ഒഴുകുന്ന ലീഗാണ് IPL. ദിവസങ്ങൾക്ക് മുൻപാണ് വരും സീസണിലേക്കുള്ള താരങ്ങളുടെ ലേലം സൗദിയിൽ വെച്ച BCCI സംഘടിപ്പിച്ചത്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുകയായ 27 കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിനെ ലക്നൌ തങ്ങളുടെ ടീമിൽ എത്തിച്ചതായിരുന്നു മെഗാലേലത്തിലെ പ്രധാന ആകർഷണം. IPL 2023 മിനി ലേലത്തിൽ 24 കോടി 75 ലക്ഷം രൂപ മൂല്യമുണ്ടായിരുന്ന സ്റ്റാർക്കിന് ഇത്തവണ 11 കോടി 75 ലക്ഷം രൂപയ്ക്കാണ് ഡൽഹി ക്യാപിറ്റൽസ് വിളിച്ചെടുത്തത്. ഇത് കൂടാതെ 13-കാരനായ വൈഭവ് സൂര്യവംശിയെ 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത് രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. കോടികൾ ലേലത്തിൽ ലഭിച്ചെങ്കിലും ഈ തുക പൂർണ്ണമായും കളിക്കാർക്ക് ലഭിക്കുമോ? ആ ഒരു സംശയമാണ് പലർക്കും ഉള്ളത്. എന്നാൽ ഇത്രയും തുക പൂർണ്ണമായും കളിക്കാർക്ക് കിട്ടില്ല എന്നതാണ് വാസ്തവം. കളിക്കാരുടെ IPL ശമ്പളത്തിൽ എങ്ങനെയാണ് നികുതി ചുമത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. രാജ്യത്തെ ഇന്ത്യൻ വിദേശ കളിക്കാർക്കുള്ള നികുതി, പ്രത്യേകിച്ച് IPL പോലുള്ള ഇവന്റുകളിൽ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇന്ത്യയിൽ സമ്പാദിക്കുന്ന വരുമാനത്തിന്റെ ബാധകമായ ഇന്ത്യൻ നികുതി നിയമങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ്. ഇന്ത്യൻ കളിക്കാരുടെ നികുതി ആവശ്യങ്ങൾക്കായി സാധാരണയായി ഇന്ത്യയിലെ താമസക്കാരായി കണക്കാക്കുന്നുണ്ട്. അവരുടെ ലോകമെമ്പാടുമുള്ള വരുമാനം രാജ്യത്ത് നികുതിക്ക് വിധേയമാക്കുന്നുണ്ട്. IPL സീസണിൽ ഇന്ത്യയിൽ ചിലവഴിക്കുന്ന പരിമിതമായ സമയം കാരണം വിദേശ കളിക്കാരെ നോൺ റെസിഡൻസ് എന്നാണ് നികുതി ആവശ്യങ്ങൾക്കായി വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ കളിക്കാർക്ക് 10%, വിദേശ കളിക്കാർക്ക് 20% എന്നിങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള നികുതി കിഴിവ്, അതായത് TDS നിരക്കുകൾ അനുസരിച്ച് കളിക്കാർക്ക് അവരുടെ തുക ലഭിക്കുന്നതാണ്. എന്നാൽ പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് മുൻപ് കളിക്കാർ BCCIയുമായും ഫ്രാഞ്ചൈസിയുമായും ഒരു ത്രികക്ഷി കരാറിൽ ഒപ്പിടേണ്ടതായുണ്ട്. ഫ്രാഞ്ചൈസി പണം നൽകുന്നതിൽ പരാജയപ്പെട്ടാൽ പണം നൽകാനും ഫ്രാഞ്ചൈസിയുടെ കേന്ദ്ര റവന്യൂ ഫണ്ടിൽ നിന്ന് ഉചിതമായ തുക കുറയ്ക്കാനും BCCIക്ക് സാധിക്കുന്നതാണ്. IPL ഫ്രാഞ്ചൈസികൾ ഇന്ത്യൻ താരങ്ങൾക്ക് നൽകുന്ന പണം പ്രൊഫഷൻ വരുമാനമായാണ് കണക്കാക്കുന്നത്. IPLൽ നിന്നുള്ള വരുമാനം അവരുടെ വർഷത്തിലെ മൊത്തം വരുമാനവുമായി സംയോജിപ്പിച്ച് പ്രസക്തമായ മാർജിനിൽ ആദായ നികുതി സ്ലാബ് നിരക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള നികുതിക്ക് വിധേയമാകുന്നതായിരിക്കും. നോൺ റെസിഡന്റ് കളിക്കാരും വിദേശ കളിക്കാരും 1961 ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 115BBAയുടെ പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം നികുതിക്ക് വിധേയമാണ്. ആകെ 27 കോടി രൂപയ്ക്കാണ് ലക്നൗ ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയിരുന്നത്. എന്നാൽ ഈ തുക 3 സീസണുകളിലായാണ്, അതായത് 2025, 2026, 27 എന്നുള്ള സീസണുകളിലായാണ് അദ്ദേഹത്തിന് ലഭിക്കുക. അതായത് ഒരു സീസണിലേക്കല്ല പന്തിന് 27 കോടി രൂപ ലഭിക്കുന്നത് എന്ന് സാരം. കൂടാതെ പന്തിൻ്റെ മൊത്തത്തിലുള്ള കരാർ തുകയിൽ നിന്ന് ആദായ നികുതി വകുപ്പ് 8 കോടി 10 ലക്ഷം രൂപ നികുതിയായി കുറയ്ക്കുകയും ചെയ്യും. ഇതോടെ IPL ടീമിൽ 3 വർഷത്തെ കരാറിൽ പന്തിന് 18 കോടി 90 ലക്ഷം രൂപയാണ് ലഭിക്കുക. അതേസമയം IPLനിടെ ഋഷഭ് പന്തിന് പരിക്കേറ്റാൽ മുഴുവൻ പ്രതിഫലത്തിനും അർഹതയുണ്ട്. എന്നിരുന്നാലും ടൂർണമെന്റിന് മുൻപ് അദ്ദേഹത്തിന് പരിക്കേൽക്കുകയോ 2025 മാർച്ചിൽ ആരംഭിക്കുന്ന ലീഗിൽ പങ്കെടുക്കുവാൻ കഴിയാതെയോ വന്നാൽ മറ്റൊരു കളിക്കാരനെ പകരം വയ്ക്കാനുള്ള അധികാരവും ഉള്ളതാണ്. അതേസമയം വൈഭവ് സൂര്യവംശിയുടെ നികുതി ഘടന ഇതിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ പ്രായപൂർത്തിയാകാത്തവരുടെ വരുമാനത്തിൻ്റെ നികുതി ആദായ നികുതി നിയമത്താൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. വരുമാനത്തിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിശ്ചയിക്കുന്നത്. ഇത് പ്രകാരം 1 കോടി 10 ലക്ഷം രൂപയുടെ IPL കരാറിൽ ഏർപ്പെട്ട വൈഭവ് സൂര്യവംശിയും നിർദ്ദിഷ്ട നികുതി നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. വൈഭവിൻ്റെ IPL കരാറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആദായ നികുതി, അതുപോലെ തന്നെ നിയമത്തിലെ സെക്ഷൻ 64(1)A പ്രകാരം മാതാപിതാക്കളുടെ വരുമാനത്തിനൊപ്പം ചേർക്കുന്നതിന് പകരം താരത്തിൻ്റെ പേരിൽ നടന്ന നികുതി ചുമത്തുന്നുണ്ട്. ഈ വരുമാനങ്ങൾ വ്യക്തിഗത നികുതി സ്ലാബുകൾക്ക് വിധേയമാണ്. അവ അടിസ്ഥാന ഇളവ് മറികടന്നതിനാൽ തന്നെ വൈഭവ ഒരു ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായി ഉണ്ട്. വ്യക്തികൾക്ക് ബാധകമായ നിരക്കുകൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ വരുമാനത്തിന് നികുതി ചുമത്തും. പ്രായപൂർത്തിയാകാത്തയാളുടെ ശരീരാധ്വാനത്തിൽ നിന്നോ വ്യക്തിഗത കഴിവുകളിൽ നിന്നോ ഉണ്ടാകുന്ന വരുമാനത്തിന് സ്വന്തം പേരിലാണ് എപ്പോഴും നികുതി ചുമത്തപ്പെടുക. വൈഭവിന്റെ ഈ വരുമാനം താരത്തിന്റെ പാൻ പ്രകാരം നികുതി ചുമത്തപ്പെടുന്നതാണ്.